ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് അല്ലേ, കമ്പനി ബോർഡ് LGS. അത് ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ടൊക്കെ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ചിലരെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും, ഇനിയും പഠനം തുടങ്ങാത്ത ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ടിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ ചില തെറ്റുകൾ നമ്മളുടെ പഠനത്തിൽ നമ്മൾ വരുത്താറുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടിൽ എത്താൻ സാധിക്കും. അതെന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു സന്തോഷകരമായ വാർത്ത പറയാം. കേരള പിറവിയോടനുബന്ധിച്ച് 15% ഡിസ്കൗണ്ട് നമ്മുടെ മിൻറ്റിൽ അവൈലബിൾ ആണ് എല്ലാ കോഴ്സുകൾക്കും. ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും KP015 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എത്രയും വേഗം തന്നെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൂടെ ഓർക്കുക, നവംബർ 3 രാത്രി 11:59 വരെയാണ് ഈ ഓഫർ ഉള്ളത്. അപ്പോൾ എത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്ത് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനി ബോർഡ് LGS, അത് നമുക്കറിയാം 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇതിലെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാമാണ് ഏത് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അല്ലേ. ഒരു 2000-ന് മുകളിലൊക്കെ അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാമാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ ഇതുപോലെ ഒരു എക്സാമിനൊക്കെ വേണ്ടിയിട്ട് വേണം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ അല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പുള്ള ഒരു എക്സാമാണ് ഇത് കമ്പനി ബോർഡ് LGS. അപ്പോൾ നമ്മൾ നല്ല ചിട്ടയായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമുമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നാമതായിട്ട് ഏതാണ്, സിലബസ്. നമ്മൾ നല്ല രീതിയിൽ ഇതിൻ്റെ സിലബസ് വിശദമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. കാരണം നമ്മുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ സിലബസ് കൃത്യമായിട്ട് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. അതിൽ കൃത്യമായിട്ട് സിലബസ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, നോക്കുക. നമുക്ക് ആദ്യം ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കാം. 5 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് പൊതുവിജ്ഞാനമാണ് കേട്ടോ. പൊതുവിജ്ഞാനത്തിന് 40 മാർക്കാണ് ഇതിന് വരുന്നത്, പൊതുവിജ്ഞാനത്തിന് വരുന്നത്. അതുപോലെ ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്കാണ് കേട്ടോ. 20 മാർക്കാണ് ആനുകാലിക വിഷയങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ സയൻസിന് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എത്രയാണ്, 20 മാർക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, മലയാളം ഇംഗ്ലീഷ്. എല്ലാവർക്കും ടെൻഷനുള്ളൊരു കാര്യമാണ്. ഇംഗ്ലീഷ് എനിക്ക് നല്ല രീതിയിൽ അറിയില്ല, എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും വലിയൊരു പ്ലസ് ആണ് ഇത്. ഇതിൽ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകൾ ഇല്ല എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ സിലബസ് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമ്മൾ വീക്കായിട്ടുള്ള ഏരിയകൾ മനസ്സിലാക്കി നമ്മൾ അവിടെ നിന്നേ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഓർക്കുക, നല്ല രീതിയിൽ ഇതിൻ്റെ സിലബസ് മനസ്സിലാക്കുക കേട്ടോ. മറ്റൊന്നാണ് ടൈം ടേബിൾ. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ സിലബസ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. നമ്മൾ ഇത്ര ദിവസം കൊണ്ട് നമ്മൾ ഇത്ര പോർഷൻ കവർ ചെയ്യും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് വേണം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ടൈം ടേബിളാണ്. നല്ലൊരു ടൈം ടേബിൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. എല്ലാ ആളുകളുടെയും ടൈം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അല്ലേ. അതായത് ഓരോ ആളുകൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം അത് മനസ്സിലാക്കി ഇപ്പം നമുക്ക് ഇന്നത്തെ ദിവസം എത്ര ടൈം പഠനത്തിന് വേണ്ടി നീക്കി വെക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ മുൻഗണന കൊടുക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള ഭാഗം ഏതാണ്, അതായത് നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രിഫർ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ എന്ന കാര്യം ഓർക്കുക കേട്ടോ. ചില ആളുകളെ സംബന്ധിച്ച് മാത്സ് ആയിരിക്കും ഏറ്റവും പാട്. അങ്ങനെയുള്ള ആളുകൾ മാത്സിന് വേണ്ടിയിട്ട് നല്ല ടൈം നീക്കി വെക്കുക. ചിലരെ സംബന്ധിച്ച് സയൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക, സയൻസിന് മുൻഗണന കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഓർക്കുക, ആദ്യം സിലബസ് മനസ്സിലാക്കുക, മറ്റൊന്ന് എന്താണ് ടൈം ടേബിൾ, അതനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് PYQ അനാലിസിസ്. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം നമ്മുടെ വീക്ക് പോയിന്റും നമ്മുടെ സ്ട്രെങ്ത്തും മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇത് PYQ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ PSC റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് PYQs ചോദിക്കാറുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, PYQ അനാലിസിസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഭാഗങ്ങൾ ഏതാണ് എന്നത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും PYQ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇത് SCERT. SCERT എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം തന്നെ ഓൾഡ് SCERT അതുപോലെ ന്യൂ SCERT, പഴയതും പുതിയതുമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. നല്ല രീതിയിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ തൊട്ടിരുന്ന് പഠിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിൽ ഏതെല്ലാം ഭാഗങ്ങൾ, അതായത് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ സിലബസിനനുസരിച്ച് ഏതൊക്കെ ചാപ്റ്ററുകൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററുകൾ പഠിച്ചു തുടങ്ങുക. അതുപോലെ സയൻസ് പഠിക്കുമ്പോഴാണെങ്കിലും ജോഗ്രഫി പഠിക്കുമ്പോഴാണെങ്കിലും എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇതൊക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ SCERT പാഠഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഓർക്കുക, പഴയ SCERTയും അതുപോലെ തന്നെ പുതിയ SCERTയും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പഠിക്കാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൽ കൊടുത്തിരിക്കുന്ന ബോക്സുകൾ അതുപോലെ തന്നെ കോഡ്സുകൾ അതൊക്കെ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചാർട്ടുകൾ, ടേബിളുകൾ അതൊക്കെ എന്ത് ചെയ്യുക, വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഓർക്കുക, സിലബസ് മനസ്സിലാക്കി ആ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ഏത് SCERT ചാപ്റ്ററിൽ വരുന്നു എന്ന് മനസ്സിലാക്കി ആ ചാപ്റ്റർ പഠിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നു എന്ന് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. മറ്റൊരു കാര്യമാണ് റിവിഷൻ. നമുക്കറിയാം നമ്മൾ കുറേ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഒരു 3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വീക്കെൻഡിലോ നമ്മൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എന്തായിരിക്കും, വെറുതെ ആയിരിക്കും അല്ലേ. അപ്പം നല്ല കൃത്യമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ റിവിഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, മറന്നുപോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ പഠിച്ച് മാസങ്ങൾ കഴിയും തോറും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു തോന്നൽ വരും, നമ്മൾ കുറേ പഠിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമുക്കിതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ റിവൈസ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അതുപോലെ മറ്റൊന്നാണ് ഇത് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ മോഡൽ എക്സാംസ് എഴുതിയാണ് നമ്മൾ എന്തോരം ഇമ്പ്രൂവ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ധാരാളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി അതിലൊക്കെ വരുന്ന മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്തു വെക്കാം. അതുപോലെ നമ്മൾ ഏതെങ്കിലും കോഴ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ലഭിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്തു വെക്കാം. അങ്ങനെ നമുക്ക് എവിടെ നിന്നെല്ലാം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ അവസരം കിട്ടുന്നോ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, കമ്പനി ബോർഡ് LGSൻ്റെ എക്സാം എന്ന് പറയുന്നത് വളരെ നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ടുള്ള, അതായത് 2000-ന് മേളിലൊക്കെ അഡ്വൈസ് പോയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോഴേ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്കിലൊക്കെ എത്താൻ സാധിക്കും. അപ്പോൾ ചിട്ടയായ രീതിയിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ചില ആളുകളൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നോട്ടിഫിക്കേഷൻ എത്രയും വേഗം തന്നെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മളെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനി സിലബസൊക്കെ മനസ്സിലാക്കി ഇപ്പോഴേ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് PYQs ഒക്കെ ചെയ്ത് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തുക. എന്നാൽ മാത്രമാണ്, കാരണം ധാരാളം ആളുകൾ മുന്നേ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളിപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമ്മുടെ മിൻറ്റിൽ കമ്പനി ബോർഡ് LGSൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ ലൈവ് സെഷൻസ് അതുപോലെ തന്നെ ബുക്സ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോഴ്സിൽ പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും 1 lakh ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നതാണ്. നമുക്കറിയാം നമ്മൾ ധാരാളം ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിനും ഗുണമാകും അല്ലേ. അപ്പോൾ ഓർക്കുക, ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും 1 lakh ടെസ്റ്റ് സീരീസ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.